മക്ക മുശ്രിക്കീങ്ങളുടെ ശത്രുത അടിക്കടി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ക്രൂരമായി മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്തു. അക്രമം സഹിക്കവയ്യാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയിക്കൊള്ളുക. അങ്ങനെ സഹാബത്തുൽ കിറാം മദീനയിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി. അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായി മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സഹാബി. അവിടെ നിന്ന് ഓരോരുത്തരായും കൂട്ടമായും മദീനയിലേക്ക് ഒഴുകാൻ തുടങ്ങി. പക്ഷെ അതെല്ലാം അർദ്ധരാത്രി സമയത്ത് അതീവ രഹസ്യമായിട്ടുള്ള ഹിജ്റയായിരുന്നു. കാരണം മക്കാ മുശ്രിക്കീങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ കൊല്ലപ്പെടാനോ അതല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയനാകാനോ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമ്മതപ്രകാരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അത് അതീവ രഹസ്യമായിട്ടായിരുന്നില്ല, മറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബയുടെ സമീപത്തേക്ക് വന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അതിൻ്റെ ഉറയിൽ നിന്ന് വലിച്ചൂരി ഉയർത്തിപ്പിടിച്ചു. പരിശുദ്ധ കഅബാലയത്തിൻ്റെ ചുറ്റും 7 പ്രാവശ്യം തവാഫ് ചെയ്തു. ഇബ്രാഹിം മഖാമിൻ്റെ മുമ്പിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഉറക്കെ മക്കയിലെ മുശ്രിക്കീങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് പുറപ്പെടുകയാണ്. ആർക്കെങ്കിലും അവരുടെ ഉമ്മാക്ക് മക്കളെ നഷ്ടപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഭാര്യമാര് വിധവയാകപ്പെടണമെന്നോ മക്കൾ അനാഥകളാകപ്പെടണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ഫൽ യുൽഖിഹി വറാഅ ഹാദൽ ജബൽ, ഈ പർവ്വതത്തിൻ്റെ അപ്പുറത്ത് ഞാനുണ്ടാകും, അങ്ങോട്ട് വരാം, നമുക്ക് നേരിട്ട് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി ആ പർവ്വതത്തിൻ്റെ താഴ്ഭാഗത്ത് കുറേ നേരം കാത്തുനിന്ന് ഒരു മുശ്രിക്കീങ്ങളും അടുത്തേക്ക് ചെല്ലാൻ ധൈര്യപ്പെടുന്നില്ല എന്ന് ഉറപ്പിച്ചതിൻ്റെ ശേഷം മദീനയിലേക്ക് യാത്രയായി. അങ്ങനെ മദീനയിലേക്ക് മക്കയിലുണ്ടായിരുന്ന മുഴുവൻ വിശ്വാസികളും ഹിജ്റ പോയി. അവസാനം ഇപ്പോൾ മദീനയിൽ അവശേഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മാത്രമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മക്കത്ത് താമസിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ, അൽ അമീനായ പ്രവാചകന്റെ കയ്യിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഏൽപ്പിച്ചിരുന്ന സൂക്ഷിപ്പ് സമ്പത്തുണ്ട്. അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി, തിരിച്ചേൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി റസൂലുള്ള തന്നെ അധികാരപ്പെടുത്തിയതാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുന്നതിനുള്ള സമ്മതത്തിന് വേണ്ടി, അള്ളാഹുവിൽ നിന്നുള്ള സമ്മതം ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഹിജ്റയ്ക്കുള്ള പെർമിഷൻ അള്ളാഹു കൊടുക്കുകയാണ്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഹിജ്റയ്ക്കുള്ള പെർമിഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. അസമയത്തുള്ള റസൂലുള്ളാഹിയുടെ വരവ് കണ്ട് എന്തോ ഒരു പ്രത്യേക കാരണമുണ്ടെന്ന് മനസ്സിലാക്കിയ സിദ്ദീഖുൽ അക്ബർ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു, എന്താണ് നബിയെ സംഭവിച്ചത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, ഇന്നല്ലാഹ ഖദ് ഉദ്ന ലീ ലിൽ ഖുറൂജി വൽ ഹിജ്റ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിൽ നിന്ന് പുറത്തു പോകാൻ, ഹിജ്റ പോകാനുള്ള പെർമിഷൻ തന്നിരിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആവേശത്തോടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, ഹബീബായ റസൂലെ, ഞാനും അങ്ങയോടൊപ്പം പോന്നോട്ടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് പോന്നോ എന്ന് അനുവാദം കൊടുത്തപ്പോൾ സിദ്ദീഖ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി താഴേക്ക് ഒഴുകാൻ തുടങ്ങി. ഹബീബായ റസൂലുള്ളാഹിയുടെ നിർദ്ദേശപ്രകാരം 800 ദിർഹം കൊടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്യാൻ വേണ്ടി 2 ഒട്ടകങ്ങളെ വാങ്ങിവെച്ചു. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്കുള്ള രഹസ്യമായ പാത വ്യക്തമായി അറിയാവുന്ന അബ്ദുല്ലാഹ് ഇബ്നു അരീഖ എന്ന് പറയുന്ന ആളെ ഗൈഡായി നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, 3 ദിവസങ്ങൾക്ക് ശേഷം നീ സൗർ ഗുഹയിൽ വരണം. ആ നിർദ്ദേശം കൊടുത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി വന്നു. ഈ സമയത്ത് മക്കാ മുശ്രിക്കീങ്ങൾ കൂടി ആലോചന നടത്തുകയാണ്. ഇനി മുസ്ലിമീങ്ങളിൽ നിന്ന് അവശേഷിക്കുന്നത് മുഹമ്മദും മുഹമ്മദിൻ്റെ 2 അനുയായികളും മാത്രമാണ്. ഒരു കാരണവശാലും മുഹമ്മദിനെ മദീനത്തേക്ക് വിടാൻ അനുവദിച്ചുകൂടാ. ആരാണ് മുഹമ്മദിനെ തടയുക? കൂടിയാലോചനയിൽ അവസാനം അവർ തീരുമാനമെടുത്തു, എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഏറ്റവും ആരോഗ്യമുള്ള ഓരോ യുവാക്കൾ വീതം കൂട്ടം ചേരണം. എന്നിട്ട് മുഹമ്മദ് കിടക്കുന്ന വീട് വളയണം. രാവിലെ മുഹമ്മദ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും കൂടി മുഹമ്മദിനെ കൊന്നാൽ ഖുറൈശികൾക്ക്
എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് ആക്രമിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർ നമ്മോട് യുദ്ധം ചെയ്യാൻ വരില്ല. ഇതായിരുന്നു അബൂജഹലിന്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം വീടിനകത്താണ്. മക്കയിലുള്ള ഓരോ മുശ്രിക്കീങ്ങളിലെ ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരും ഊരിപ്പിടിച്ച വാളുമായി റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ ചുറ്റും നിന്നു. പ്രവാചകൻ രാവിലെ നേരം വെളുക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരുമിച്ച് കൊന്നുകളയാൻ വേണ്ടി. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി അള്ളാഹുവിന്റെ റസൂലിന് കൃത്യമായ വിവരം കൊടുക്കുകയാണ്. ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഞാൻ കിടക്കുന്ന വിരിപ്പിൽ നീ കിടക്കണം. അങ്ങനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി കിടക്കുന്ന വിരിപ്പിൽ കിടത്തി ഒരു പുതപ്പിട്ട് മൂടി അള്ളാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് താഴ്ഭാഗത്ത് നിന്ന് വാരിയെടുത്തിട്ട് സൂറത്ത് യാസീനിന്റെ ആദ്യ ഭാഗങ്ങൾ ഓതി ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ഭാഗം എത്തിയപ്പോൾ ആ മണ്ണ് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കണ്ണിലേക്ക് വിതറുകയും ഓരോ മുശ്രിക്കീങ്ങളുടെ കണ്ണിലും ആ മണ്ണ് പതിക്കുകയും അവർ കണ്ണ് തിരുമ്മിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അള്ളാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് സുഖമായി പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. നേരെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോഴേക്കും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വാഹനം തയ്യാർ ചെയ്ത് അത്യാവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി കാത്തു നിൽക്കുകയായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങളോടൊപ്പം സൗർ ഗുഹയിലേക്ക് അഭയം തേടുകയാണ്. ഈ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞിട്ടുള്ള മക്കയിലെ മുശ്രിക്കീങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീടിന്റെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മുഹമ്മദ് രക്ഷപ്പെട്ടോന്നറിയാൻ. അവസാനം പ്രഭാതമായപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിരിപ്പ് മാറ്റി എഴുന്നേറ്റ് വരുമ്പോൾ മാത്രമാണ് അവർക്ക് മനസ്സിലാകുന്നത് രാത്രി സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന്. ഉടൻ തന്നെ മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ ഓരോ ഭാഗത്തേക്കും ചിന്നിച്ചിതറുകയാണ് ഹബീബായ റസൂലുള്ളാഹിനെ കണ്ടുപിടിക്കാൻ. എവിടെയാണോ മുഹമ്മദിനെ കണ്ടെത്തുന്നത്, മുഹമ്മദിന്റെ തലയുമായി വരുന്ന ആൾക്ക് 100 ഒട്ടകം സമ്മാനമായി നൽകാമെന്നവര് വലിയൊരു ഇനാമം പ്രഖ്യാപിച്ചു. മുശ്രിക്കീങ്ങൾ ഓരോ ഭാഗത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്വേഷിച്ച് ഓടാൻ തുടങ്ങി. അബൂജഹല് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ വന്നു. വാതിലിൽ മുട്ടി. അസ്മാ റളിയല്ലാഹു അൻഹ വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ ചോദിച്ചു, ഐന അബൂക്ക്, വാപ്പ എവിടെയാണ്? അസ്മാ ബീവി മറുപടി പറഞ്ഞു, എനിക്കറിയില്ല. അബൂജഹൽ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയെ ക്രൂരമായി മർദ്ദിച്ചു. ചരിത്രങ്ങളിൽ കാണാം, അബൂജഹലിന്റെ മർദ്ദനമേറ്റ് അസ്മാ റളിയല്ലാഹു അൻഹയുടെ കാതിൽ കിടന്ന കമ്മല് പോലും തെറിച്ചുപോയി എന്ന്. അങ്ങനെ മക്കാ മുശ്രിക്കീങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ അന്വേഷിച്ച് അവസാനം സൗർ ഗുഹയുടെ മുകളിലും അവരെത്തി. മുശ്രിക്കീങ്ങളെ കണ്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു വല്ലാതെ ഭയന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളെ സമാധാനിപ്പിച്ചു. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരു വിഷമവും വിചാരിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അവസാനം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തല ഉയർത്തി മുകളിലേക്ക് നോക്കിയപ്പോൾ ശത്രുക്കളുടെ കാൽപാദങ്ങൾ കാണാൻ തുടങ്ങി. വല്ലാതെ ഭയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഹബീബായ നബിയെ, അവരെങ്ങാനും താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ അബാബക്കർ, മാ ലന്നുക ബി ഇസ്നൈനി അല്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടും മാത്രമല്ലല്ലോ ഉള്ളത്, നമ്മുടെ സംരക്ഷണത്തിനായി സർവശക്തനായ അള്ളാഹു നമ്മളോടൊപ്പമുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഈ ഒരു തവക്കുലാണ് മുഅ്മിനീങ്ങളായ നമുക്ക് വേണ്ടത്. സമ്പൂർണമായ തവക്കുൽ, സർവ്വതും അള്ളാഹുവിൽ സമർപ്പിച്ച് ശത്രുക്കളുടെ കാലിന്റെ താഴ്ഭാഗത്ത് പരിപൂർണമായി അള്ളാഹുവിൽ സമർപ്പിച്ച് ഹബീബായ റസൂലും സിദ്ദീഖ് തങ്ങളും കഴിഞ്ഞുകൂടി. സമ്പൂർണമായും അള്ളാഹുവിൽ തവക്കുലാക്കിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും സിദ്ദീഖ് തങ്ങളുടെയും സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. ഒരു മാടപ്രാവ് ആ ഗുഹാമുഖത്ത് വരികയും മുട്ടയിട്ട് ആ മുട്ടയുടെ മുകളിൽ അടയിരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ ഗുഹാമുഖത്ത് ഒരു 8 കാലി വലകെട്ടി. ആരോ പറഞ്ഞു, നമുക്ക് ആ ഗുഹയ്ക്കകത്തൊന്ന് കയറി നോക്കിയാൽ ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിൽ മുഹമ്മദ് എങ്ങാനും ഒളിച്ചിരിപ്പുണ്ടെങ്കിലോ. അപ്പോൾ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മറുപടി, ഇന്ന ഫീഹി ലഅൻകബൂതൻ അഖ്ദമ മിൻ മീലാദി മുഹമ്മദ്, മുഹമ്മദ് ജനിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഒരു 8 കാലി വല കെട്ടിയ ഗുഹാമുഖമാണത്, നമുക്ക് തിരിച്ചു പോകാം. അവരെല്ലാവരും തിരിച്ച് അവരുടെ വീടുകളിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും 3 ദിവസമാണ് സൗർ ഗുഹയിൽ കഴിഞ്ഞുകൂടിയത്. വളരെ കൃത്യമായൊരു പ്ലാനിംഗ് ആയിരുന്നു ഹിജ്റയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമനുസരിച്ച് സിദ്ദീഖ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പകൽ സമയത്ത് മക്ക മുശ്രിക്കുകളുടെ ഇടയിലൂടെ നടക്കും. എന്നിട്ട് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കും, അവരുടെ പ്ലാനിങ് എന്താണെന്നറിയാൻ. ആ വിവരങ്ങൾ അത്രയും രാത്രിയാകുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. സിദ്ദീഖ് തങ്ങളുടെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹ ആവശ്യമായ ഭക്ഷണമുണ്ടാക്കി, ആട്ടിറച്ചി ഉണ്ടാക്കി ഗുഹയ്ക്കകത്തെത്തിച്ചു കൊടുക്കും. നേരം വെളുക്കുമ്പോൾ വിവരങ്ങളെല്ലാം കൈമാറി അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു തിരിച്ച് വീണ്ടും മക്കയിലേക്ക് വിവരങ്ങൾ അറിയാൻ വേണ്ടി പോകും. അസ്മാ ബീവിയും അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവും ഒക്കെ നടന്ന കാൽപാദങ്ങൾ പിൻപറ്റി മക്കയിലെ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്താനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമനുസരിച്ച് സിദ്ദീഖ് തങ്ങളുടെ മൗലയായ ആമിർ ആട്ടുംകൂട്ടങ്ങളുമായി അതിലൂടെ നടക്കുകയും ആ കാൽപാദങ്ങളുടെ അടയാളങ്ങൾ മാച്ചു കളയുകയും ചെയ്യുമായിരുന്നു. വളരെ കൃത്യമായ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂട്ടുകാർക്ക് കൊടുത്തിരുന്നത്. നുബുവത്തിൻ്റെ 13-ാം വർഷം സഫർ 27-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെടുന്നത്. 3 ദിവസം സൗർ ഗുഹയിൽ താമസിച്ചു. സഫർ 27 ഒരു വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളി, ശനി, ഞായർ 3 ദിവസം മക്കയിൽ താമസിച്ച റസൂലുള്ളാഹി തങ്ങൾ റബീഉൽ അവ്വൽ 1 തിങ്കളാഴ്ചയാണ് സൗർ ഗുഹയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂല് തിരഞ്ഞെടുത്തത് ഖുദൈദ് എന്ന് പറയുന്ന ഒരു പാതയായിരുന്നു. കാരണം സാധാരണ നിലയിൽ മക്കക്കാർ മദീനയിലേക്ക് പോകാർ ജാദ്ദ എന്ന് പറയുന്ന വഴിയിലൂടെയാണ്. ആ വഴിയിലൂടെ പോകൽ സുരക്ഷിതമല്ലാത്തത് കൊണ്ടാണ് ഖുദൈദ് എന്ന് പറയുന്ന പാത തിരഞ്ഞെടുക്കുകയും ആ പാത കൃത്യമായി അറിയുന്ന അബ്ദുല്ലാഹിബിൻ അരീഖ എന്ന് പറയുന്ന ഒരു ഗൈഡിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നിർദ്ദേശം കൊടുത്ത് സൗർ ഗുഹയിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെ നിന്നുള്ള ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഈ അബ്ദുല്ലാഹിബിൻ അരീഖയും കൂടാതെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മൗലയും ആട്ടിടയനുമായ ആമിർ എന്ന് പറയുന്ന ആളെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു.